കണ്ട നമ്മുടെ പറമ്പിൽ തനിയെ കിളിച്ച് വന്ന ഒരു മത്തനാണിത് കേട്ടോ. കണ്ട് ഇതിനകത്തൊക്കെ ചെറിയ മത്തങ്ങ പിടിച്ച് കിടപ്പുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു 7-8 ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാനിതെടുത്തേക്കുന്നത് ഇതിൻ്റെ തളി ഇലയാണ്. മുറ്റി ഇലയൊന്നും എടുക്കരുത്, നമ്മൾ മുറ്റി ഇല എടുത്താൽ തോരൻ വെക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ ആ ഇലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെക്കുന്നതിനകത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കടുക് വറുത്തെടുക്കുക. അപ്പോൾ ഈ കടുക് വറുത്തതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ മത്തയിലയില്ലേ അതിട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. പക്ഷേ നമ്മളത് ശകലം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാൽ ഈ തോരൻ കൊള്ളത്തില്ല. ഈ തോരനൊന്നുമല്ല, ഒരു ഇലക്കറിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല, അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതുപോലെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ചെറിയ തീയിലേ വെക്കാം കേട്ടോ, അത് ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കരുത്, അത് കരിഞ്ഞു പോകും. നമ്മൾ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ആ ആവിക്കകത്തിരുന്ന് ഈ ഇല നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ നമ്മളെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് നോക്കാം നമ്മുടെ മത്തയില എങ്ങനെയുണ്ടെന്ന്. ഇതാണ്ട് നമ്മുടെ മത്തയില നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ മത്തയില ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി നമ്മുടെ സ്വാദിഷ്ടമായ മത്തയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.